ശരിക്കും ഉക്രൈനിലാണോ ഡെമോക്രസി, റഷ്യയിലാണോ ഡെമോക്രസി? വളരെ കൃത്യമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടെ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാത്ത രാജ്യമാണ് പുട്ടിൻ്റെ റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത്? അപ്പോൾ അവിടെ ഡെമോക്രസി എന്ന സാധനമില്ല. പക്ഷെ ട്രംപ് പറയുന്നത് റഷ്യയിൽ ഡെമോക്രസിയുണ്ട്, ഉക്രൈനിൽ ഡെമോക്രസി ഇല്ല. നേരെ വിപരീതമായ കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഈ സീസ് ഫയർ ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തേക്കുന്നത് ട്രംപ്. കാരണം ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഉപരി അമേരിക്കയിൽ വലിയ പ്രശ്നമായിട്ട്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തും ട്രംപിനെ അനുകൂലിച്ചവർ ഇടയ്ക്കും തന്നെ വലിയ പ്രശ്നമായി. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നമുണ്ടായേക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. നിങ്ങൾക്കറിയാം, ഫ്രാൻസും ജർമ്മനിയെല്ലാം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി ആണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളും, ഹംഗറി ഉൾപ്പെടെ രാജ്യങ്ങൾ നേരെ തിരിഞ്ഞു. അതായത് ഇമാനുവൽ മാക്രോൺ ഒരു വെർച്വൽ മീറ്റ് നടത്തി ട്രംപിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം. അതായത് വലിയൊരു ശതമാനം ഈസ്റ്റേൺ യുക്രൈൻ ആണെങ്കിൽ, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും വെസ്റ്റേൺ യൂറോപ്യൻ ഒന്നടങ്കം ഒരുമിച്ച് പറഞ്ഞ് ട്രംപിൻ്റെ ഈ പ്രസ്താവന അക്സെപ്റ്റബിൾ അല്ല